ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി +1 പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ പോയിൻറ്റ്സിൽ പ്ലാൻ കിങ്ഡം എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്, ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ NCERT-യിലുള്ളത് ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം എന്ന 5 ഡിവിഷനുകളാണെങ്കിൽ ഇവയിൽ ഏതെല്ലാമാണ് നമ്മളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്, +1 എക്സാമിനേഷന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു സിലബസിലേക്ക് നമ്മൾ പോയാൽ നോക്കാം. പ്ലാൻ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം പേജ് നമ്പർ 3.1-ലുള്ള പേജ് നമ്പർ 30 ആൻഡ് 32-ലുള്ള 3.1-ലെ ആൽഗയാണ്. അതിന് മുൻപുള്ള ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുന്നില്ല. നമ്മൾ അതിന് മുമ്പ് നാച്ചുറൽ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ സിസ്റ്റം, ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ആവശ്യമില്ല. ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൽഗെ പേജ് നമ്പർ 30 മുതൽ 32 വരെ, പേജ് നമ്പർ 30 മുതൽ 32 വരെ മാത്രം. അതുപോലെ തന്നെ പേജ് നമ്പർ 33-ലുള്ള ഡിവിഷൻസ് ഓഫ് ആൽഗെ, ഡിവിഷൻസ് ഓഫ് ആൽഗെ, ഇതാണ് അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ഒരു ടേബിൾ നമുക്കവിടെ കാണാം. ആ ടേബിൾ കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നീട് നമുക്ക് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത് പേജ് നമ്പർ 34-ലും 35-ലും പ്രതിപാദിക്കുന്ന ബ്രയോഫൈറ്റ. അപ്പോൾ ടെറിഡോഫൈറ്റയോ ജിംനോസ്പേമോ ആൻജിയോസ്പേമോ നമ്മൾക്ക് എവിടെ പറയാനില്ല. NCERT-യിൽ പറയപ്പെടുന്ന ഭാഗങ്ങൾ +1 പരീക്ഷയ്ക്കായി പഠിക്കേണ്ടതില്ല. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം, പ്ലാൻ കിങ്ഡത്തിൻ്റെ പേജ് നമ്പർ 30, 32, 33-ലെ ടേബിൾ, അതുപോലെ 34-ലും 35-ലുമുള്ള ഭാഗം മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ +1 പരീക്ഷയ്ക്കായി പഠിക്കുവാനുള്ളത്. നോക്കാം, ആൽഗയാണ്. ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കുക. ദേ ആർ സിമ്പിൾ താലോയിഡ്, അല്ലേ? ദേ ആർ സിമ്പിൾ താലോയിഡ്, ഓട്ടോട്രോഫിക്, ക്ലോറോഫിൽ ബിയറിംഗ് ആൻഡ് അക്വാട്ടിക്, ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഓർഗാനിസം. അക്വാട്ടിക്, ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഓർഗാനിസം. ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആവാം, അല്ലെങ്കിൽ എന്താവാം, മറൈൻ ഓർഗാനിസം ആവാം. ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർഗാനിസം. ആൻഡ് ഇത് മാത്രമല്ല, പലപ്പോഴും മോയിസ്റ്റ് സ്റ്റോണുകളിൽ നമുക്ക് കാണാം, സോയിലിൽ നമുക്ക് കാണാം ആൽഗയുടെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പറയുന്നത്. ദേ ആർ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർഗാനിസം ആൻഡ് മോയിസ്റ്റ് സോയിലിലോ അല്ലെങ്കിൽ സ്റ്റോൺസിലോ നമുക്ക് കാണാം, വുഡിൽ കാണാം. ഇത് കൂടാതെ ചില ആൽഗകൾ അനിമൽസിൻ്റെ ബോഡിയിൽ, അതായത് സ്ലോത്ത് ബിയറിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. സ്ലോത്ത് ബിയറിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ലൈക്കണുകൾ, അല്ലേ? ലൈക്കൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ വിത്ത് ഫംഗൈ. ഫംഗയും ആൽഗയും കൂടിയുള്ള അങ്ങനെ ഫംഗസുമായി കൂടിച്ചേർന്നും നമുക്ക് ആരെ കാണാം? ചില ആൽഗകളെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, സ്ലോത്ത് ബിയർ, ഗ്രീൻ ഫർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സർട്ടൻ ആൽഗെ. ഇത് ലൈക്കണിൻ്റെ പിക്ചറാണ്. സാധാരണ വെള്ളത്തിലെല്ലാം നമുക്ക് ആരെ കാണാം? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം നമുക്ക് ആൽഗകളെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ആൽഗയുടെ ആദ്യ ക്യാരക്ടർ നമ്മൾ പഠിക്കുന്നത്. അടുത്ത സ്ലൈഡ് നോക്കാം. അതിൻ്റെ സൈസാണ്. ദ ഫോം ആൻഡ് സൈസ് ഓഫ് ആൽഗെ varies greatly. The form and size of the algae varies greatly
ആൻഡ് മൈക്രോസ്കോപ്പിക് യൂണിസെല്ലാർ ഫോംസ് ഉണ്ട്, ക്ലാമിഡോമോണസ്, അതുപോലെ ക്ലോറല്ല പോലുള്ള ആൽഗകൾ യൂണിസെല്ലാർ മെമ്പേഴ്സാണ്. അപ്പോൾ മറക്കരുത്, യൂണിസെല്ലാർ മെമ്പറിന് എക്സാമ്പിൾ ഏതാണ്? ക്ലാമിഡോമോണസും ക്ലോറലും. നമുക്കറിയാം പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിസെല്ലാർ കിങ്ഡമാണ്. യൂണിസെല്ലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് എല്ലാം പ്രോട്ടിസ്റ്റിൽ പോയി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസിഫിക്കേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ക്ലോറല്ലയും ക്ലാമിഡോമോണസും യൂണിസെല്ലാർ മെമ്പേഴ്സാണ്. ഈ പിക്ചർ നമുക്ക് കാണാം, ഇത് ക്ലാമിഡോമോണസ് ആണ്, ഇത് വോൾവോക്സ്, അത് കൊളോണിയൽ ഫോമിലുള്ള വോൾവോക്സ്. ഫിലമെന്റസ് ഫോമിൽ കാണപ്പെടുന്ന ഉളോത്രിക്സും സ്പൈറോഗൈറയും. ഉളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ ആർ ഫിലമെന്റസ് ഫോം. അപ്പോൾ മൈക്രോസ്കോപ്പിക് ഫോംസ് കാണാം, അല്ലെങ്കിൽ കൊളോണിയൽ ആയിരിക്കാം. കൊളോണിയൽ എന്ന് പറയുന്നത് കുറേ സെല്ലുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് അതിന് ചുറ്റും ഒരു ജലാറ്റിനസ് ആയിട്ടോ മ്യൂസിലേജിൻ്റെ ആയിട്ടോ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള കൊളോണിയൽ ഫോംസ് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഫിലമെന്റസ് ഫോം, ഇങ്ങനെ നാര് പോലെയുള്ള ഫിലമെന്റുകളായിട്ടുള്ള ഫിലമെന്റസ് ഫോം, ഉളോത്രിക്സ്, സ്പൈറോഗൈറ, യുഡോഗോണിയം, സിഗ്നീമ പോലുള്ള ഫിലമെന്റസ് ഫോംസ് നമുക്ക് ആൽഗകളുടെ ഫോംസിൽ കാണാം. ഇനി അടുത്ത് നോക്കാം, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ആൽഗയുടെ റീപ്രൊഡക്ഷൻ പ്രധാനമായും ഫ്രാഗ്മെന്റേഷൻ വഴി. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാം, സെക്ഷൽ മെത്തേഡും കാണാം. വെജിറ്റേറ്റീവ് മെത്തേഡിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഇവിടെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫംഗസിൻ്റെ ഓരോ താലസും അല്ലെങ്കിൽ താലസിൻ്റെ ഓരോ പീസുകളും, ഫിലമെൻറ്റിൻ്റെ ഓരോ പീസുകളും എന്ത് ചെയ്യുന്നു? മുറിയുന്നു. ആ മുറിയുന്ന ഓരോ പീസും എന്തായി മാറുന്നു? പുതിയ ഫിലമെൻ്റായി മാറുന്ന മെക്കാനിസമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ആൽഗയിൽ ഫ്രാഗ്മെൻറ്റേഷൻ കാണുന്നത്. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ താലസ്. ഇത് നമുക്ക് സ്പൈറോഗൈറയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സിഗ്നീമിലെല്ലാം നമുക്ക് കാണാം. അതുപോലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പോർസിലൂടെ. ആ സ്പോർസിൽ നമുക്കറിയാം, ആ ഫംഗസ് നമ്മൾ പഠിച്ചതുപോലെ എസെക്ഷൽ സ്പോർസ് അല്ലേ, എസെക്ഷൽ സ്പോർസ്. അതിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്നത് ഏതാണ്? സൂസ്പോറുകളാണ് ഏറ്റവും കോമൺ. എന്താണ് സൂസ്പോർ? ദേ ആർ ഫ്ലജെല്ലേറ്റഡ് ആൻഡ് മൊട്ടൈൽ. ഫ്ലജെല്ലേറ്റഡ്, ഇവിടെ നോക്കുക, ഇവിടെ ക്ലാമിഡോമോണസിൻ്റെ സൂസ്പോറുകൾ നമുക്ക് കാണാം, അതുപോലെ സിഗ്നീമിയുടെ സൂസ്പോറുകൾ നമുക്ക് കാണാം. ഇവിടെയുള്ള സൂസ്പോർസിൻ്റെ പ്രത്യേകത, സൂസ്പോർസ് ഇപ്പോൾ ക്ലാമിഡോമോണസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അവിടെ ഇങ്ങനെ ഫ്ലജെല്ല നമുക്ക് കാണാം. ഈ ഫ്ലജെല്ല ഉള്ളത് കൊണ്ട് ദേ ആർ മൊട്ടൈൽ. അതുകൊണ്ടാണ് സൂസ്പോർ എന്ന് പറയുന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്, സൂസ്പോർ. സൂ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അനിമൽ ബിഹേവിയർ കാണിക്കുന്ന സ്പോറുകൾ, അതാണ് സൂസ്പോർ. അതായത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മോട്ടൈലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ കഴിയും. എന്ത് കാണാം? മോട്ടൈലിറ്റി കാണാം. ഇത് അതുകൊണ്ടാണ് നമ്മൾ സൂസ്പോർസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ക്ലാമിഡോമോണസിലും അതുപോലെ സ്പൈറോഗൈറിലും കാണാം. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ത്രൂ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് അല്ലെ, രണ്ട് ഗമീറ്റുകളുടെ ഫ്യൂഷൻ. ആ ഗമീറ്റുകളുടെ സ്വഭാവത്തെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ ബേസ് അതിൻ്റെ ഗമീറ്റുകളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട്, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടർ ഓഫ് ദ ഗമീറ്റ്, ദർ ആർ 3 ടൈപ്സ്. ഐസോഗാമസ്. ഐസോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സെയിം എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐസോ സെയിം, ഹോമോ സെയിം, ദേ ആർ സിമിലർ ഗമീറ്റ്സ്. എങ്ങനെയാണ് സിമിലർ ഗമീറ്റ്? ഇവിടെ നോക്കുക, ഇവിടെ 2 ഗമീറ്റും ഒരേ ക്യാരക്ടറാണ്. ഫ്യൂഷൻ ഓഫ് ദ സിമിലർ ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ഇൻ ദ സിമിലർ സൈസ് ആൻഡ് ദേ മേ ബി ഫ്ലജെല്ലേറ്റഡ് ഓർ നോൺ ഫ്ലജെല്ലേറ്റഡ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോക്കുക, ഫ്ലജെല്ലേറ്റഡ് ഐസോഗമീറ്റ്സ് കാണുന്നതിന് എക്സാമ്പിളാണ് ഉളോത്രിക്സ്. ഫ്ലജെല്ലേറ്റഡ്, നോക്കുക ഇവിടെ എഴുതാം, ഫ്ലജെല്ലേറ്റഡ്
ഐസോഗമീറ്റ്സ്. ഫ്ലജല്ലേറ്റഡ് ഐസോഗമീറ്റ്സിന് എക്സാമ്പിളാണ് ഉളോത്രിക്സ്. എന്നാൽ നോൺ ഫ്ലജല്ലേറ്റഡിന് എക്സാമ്പിളാണ് നോൺ ഫ്ലജല്ലേറ്റഡ്, ഈ രീതിയിൽ തന്നെ പഠിക്കണം. നോൺ ഫ്ലജല്ലേറ്റഡ് ഐസോഗമീറ്റിന് എക്സാമ്പിളാണ് ആരാണ് എക്സാമ്പിൾ? സ്പൈറോഗൈറ. നീറ്റിനൊക്കെ എപ്പോഴും ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയയാണ് പറയുന്നത്. നോക്കുക ഇനി അടുത്തത്. അവിടെ അനൈസോഗാമസ്, ഫ്യൂഷൻ ഓഫ് ടു ഗമീറ്റ്സ് ഓഫ് ഡിസിമിലർ സൈസ്. അനൈസോ, നോട്ട് ഐസോ, നോട്ട് സെയിം, സെയിം അല്ലാത്ത രണ്ട് ഗമീറ്റുകൾ, സിമിലർ സൈസ് അല്ല. എക്സാമ്പിൾ ഓഫ് യുഡോറിന, EUDORINA. ഇവിടെ ഒരെണ്ണം ലാർജ് ആണ്, സ്മോളാണ്. എന്നാൽ മൂന്നാമത്തെ ടൈപ്പ് ഏറ്റവും പ്രധാനം, നമ്മളെല്ലാം ആ ടൈപ്പിൽ ഉൾപ്പെടുന്നതാണ്. ആൽഗയിൽ മാത്രമല്ല മറ്റുള്ള ഓർഗാനിസംസ് എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഊഗാമസ് ഫെർട്ടിലൈസേഷൻ ഓർ യൂഗാമസ് റീപ്രൊഡക്ഷൻ. ഇവിടെ ഫ്യൂഷൻ ഓഫ് വൺ ലാർജ് നോൺ മോട്ടൈൽ സ്റ്റാറ്റിക് ഫീമെയിൽ ഗമീറ്റ്, അവിടെ ഒരു ഫീമെയിൽ ഗമീറ്റ് ഉണ്ട്. ആ ഫീമെയിൽ ഗമീറ്റിൻ്റെ പ്രത്യേകത ഒരെണ്ണം ലാർജാണ്, നോൺ മോട്ടൈലാണ്. ആൻഡ് ദ സ്മോളർ മോട്ടൈൽ മെയിൽ ഗമീറ്റ്. അടുത്തെന്താണ്? സ്മോളറാണ്, മോട്ടൈലാണ്, മെയിൽ ഗമീറ്റാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊഗാമസ്. ഇതിന് എക്സാമ്പിളാണ് വോൾവോക്സും അതുപോലെ ഫ്യൂക്കസും. മറക്കരുത്, ഊഗാമസ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ഫ്യൂക്കസ്, വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഊഗാമസ് ആൽഗെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഊഗാമസ് ആൽഗെ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ അടുത്തത് ആൽഗയുടെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്? ആൽഗയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. ത്രൂ ഫോട്ടോസിന്തസിസ് ദേ ഫിക്സ് half of the total carbon dioxide on earth and increase the level of dissolved oxygen. Increase the level of dissolved oxygen. അതായത് കടലിലെ ഭൂമിയുടെ ഏകദേശം കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ്റെ, അതായത് ഫോട്ടോസിന്തസിസിൻ്റെ പകുതിയോളം നടത്തുന്നത് ആൽഗകളാണ്. ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസർ ആൻഡ് ദ ബേസിസ് ഓഫ് ദ ഫുഡ് സൈക്കിൾ. അവരാണ് പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്. എവിടുത്തെ പ്രൊഡ്യൂസർ? ഓഷ്യാനിക് ഇക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറാണ് ആൽഗകൾ. ഈ രണ്ട് പോയിന്റുകൾ മറക്കരുത്. ആൽഗയുടെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും മറക്കരുത്. ആൽഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറുകളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നോക്കാം. About 70 species of marine algae are edible and they are used as food. എത്ര പെർസെൻറ്റേജ് ആണ്? 70 സ്പീഷീസ്. പെർസെൻറ്റേജ് അല്ല, 70 സ്പീഷീസ് മറൈൻ ആൽഗകൾ എഡിബിൾ ആണ്. അവയെ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന. എക്സാമ്പിൾ പോർഫൈറ, ലാമിനേരിയ ആൻഡ് സർഗാസം. പോർഫൈറ, ലാമിനേരിയ, സർഗാസം പോലുള്ള മെമ്പേഴ്സ് ഇതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. ഇവിടെ ഇതാണ് പോർഫൈറയുടെ പിക്ചർ. പോർഫൈറ, ലാമിനേരിയ ആൻഡ് സർഗാസോസി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അഗാർ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ പ്രിപ്പറേഷന് വേണ്ടി, അതുപോലെ തന്നെ ജെല്ലി മേക്കിങ്ങിന് വേണ്ടി, ഐസ്ക്രീമിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ഉപയോഗിക്കുന്ന അഗാർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. റോഡോഫൈസിൽ വരുന്ന റെഡ് ആൽഗയിൽ വരുന്ന ഗ്രാസിലേറിയയും അതുപോലെ ജലീഡിയവും. ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. മൂന്നാമത്തെ ബെനിഫിറ്റാണ് സം മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ. ചില മറൈൻ റെഡ് ആൽഗകളുടെ സെൽ വാളിൽ ദേ ഹാവ് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് കോൾഡ് ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ്. ആൻഡ് ദേ ആർ ഹൈഡ്രോകൊളോയിഡ്സ്. എന്താണ് ഹൈഡ്രോകൊളോയിഡുകൾ? മറൈൻ റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ആൽഗകളിൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള എന്ത് കാണാം? ഹൈഡ്രോകൊളോയിഡുകൾ കാണാം. അത് രണ്ടെണ്ണമാണ്. ഒന്ന് അഗാർ. ഏതാണ് അഗാർ?
Algin is obtained from ബ്രൗൺ ആൽഗെ. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ആൽജിൻ്റെ സോഴ്സ് ബ്രൗൺ ആൽഗയാണ്. അതുപോലെ തന്നെ കരാഗീൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ. ഇത് രണ്ടും എങ്ങനെയുള്ള കെമിക്കലാണ്? ബോത്ത് ആർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകളാണ്. മറക്കരുത്, രണ്ട് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോക്ലോയിഡുകളായിട്ടുള്ള ആൽജിനും കരാഗീൻ. ആൽജിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബ്രൗൺ ആൽഗെ ആൻഡ് കരാഗീൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ ആൻഡ് ദേ ആർ യൂസ്ഡ് കമേഴ്സ്യലി. ധാരാളം കമേഴ്സ്യൽ പ്രൊഡക്റ്റുകളുടെ പ്രിപ്പറേഷന് വേണ്ടി എന്തുപയോഗിക്കുന്നുണ്ട്? ഈ ആൽജിനും അതുപോലെ കരാഗീനും ഉപയോഗിക്കുന്നു. ആൻഡ് ദ പ്രോട്ടീൻ റിച്ച് യൂണിസെല്ലുലാർ ആൽഗെ ലൈക്ക് ക്ലോറല്ല ആൻഡ് സ്പൈറുലിന used as the food supplements by the space travelers എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് സ്പൈറുലിന ക്യാപ്സ്യൂളാണ്. ഇവർ പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നു SCP അഥവാ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ, അല്ലെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? അവിടെ ഒരു ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗകൾ, സ്പൈറുലിന, ക്ലോറല്ല പോലുള്ള ആൽഗകൾ, ദേ ആർ ദ റിച്ച് സോഴ്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് ദേ ആർ യൂസ്ഡ് ആസ് ദ ഫുഡ് സോഴ്സ് ഫോർ ദ സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് സോഴ്സായി പോലും എന്ത് ചെയ്യുന്നു? ഇവയെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില എക്കണോമിക്കൽ ഇമ്പോർട്ടൻസും അവയുടെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നോക്കാം. ഇനി ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ, നമുക്കൊരു ടാബുലാർ കോളമാണ് പഠിക്കുന്നത്. ആ ടാബുലാർ കോളം അതുപോലെ പഠിക്കുക. ആൽഗയുടെ ക്ലാസിഫിക്കേഷനിൽ 3 പ്രധാന ഗ്രൂപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, 2 ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, 3 റോഡോഫൈസിയെ റെഡ് ആൽഗെ. ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയെ, ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഇവരുടെ ഒരു കമ്പാരിസൺ ടേബിളാണ് നമ്മളുടെ പേജ് നമ്പർ 33 അത് പഠിക്കണമെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയുടെ കോമൺ നെയിമാണ് ഗ്രീൻ ആൽഗെ, അല്ലേ, പച്ച. അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പിഗ്മെൻറ്റുകൾ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. ഇനി ഫിയോഫൈസിയ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണ്. ഈ ബ്രൗൺ ആൽഗയുടെ പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, ഫ്യൂക്കോസാന്തിൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം നോക്കുക. ക്ലോറോഫിൽ എയിൽ നമ്മൾ ക്ലോറോഫൈസി നമ്മൾ കാണുന്നത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. ഇവിടെ ക്ലോറോഫിൽ എ കോമൺ ഉണ്ട്, ക്ലോറോഫിൽ സിയും പിന്നെ ഫ്യൂക്കോസാന്തിൻ. ഈ ഫ്യൂക്കോസാന്തിനാണ് അതിനൊരു ബ്രൗണിഷ് കളർ കൊടുക്കുന്നത്. ഇനി റോഡോഫൈസിയയിൽ നോക്കുക, റെഡ് ആൽഗെ റെഡ് കളറാണ്. റെഡ് കളറിന് കാരണം ക്ലോറോഫിൽ എ അത് കോമൺ ആണ് 3ലും, ക്ലോറോഫിൽ ഡി ആൻഡ് ഫൈക്കോഎറിത്രിൻ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 ഗ്രൂപ്പുകളിലുള്ള പിഗ്മെൻറ്റുകളുടെ വേരിയേഷൻ. ഒന്ന്, ക്ലോറോഫിൽ എ ഈസ് കോമൺ. ക്ലോറോഫിൽ എ 3ലും കോമൺ ആണ്. എന്നാൽ ക്ലോറോഫിൽ ബി ആണ് ക്ലോറോഫൈസിൽ കാണുന്നത്. ക്ലോറോഫിൽ സിയും ഫ്യൂക്കോസാന്തിനുമാണ് ഫിയോഫൈസിൽ കാണുന്നത്, അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിൽ കാണുന്നത്. എന്നാൽ റോഡോഫൈസിൽ കാണുന്നതാണ് അല്ലെങ്കിൽ റെഡ് ആൽഗയിൽ കാണുന്നത് ക്ലോറോഫിൽ ഡിയും ഫൈക്കോഎറിത്രിനുമാണ്. ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്ന ഫൈക്കോഎറിത്രിനാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ വ്യത്യാസം, പിഗ്മെൻറ്റിലെ വ്യത്യാസം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ. ക്ലോറോഫൈസിയിൽ സ്റ്റാർച്ച് ആണെങ്കിൽ ഫിയോഫൈസിയിൽ മാനിറ്റോളും ലാമിനാരിനുമാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ 1 മാർക്കിൻ്റെ റിലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫിയോഫൈസിയെ മാനിറ്റോൾ, റോഡോഫൈസിയെ ഡാഷ്. റോഡോഫൈസിയിൽ എന്താണ് റിസർവ് ഫുഡ് മെറ്റീരിയലായി വരുന്നത്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ചാണ്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത, ദേ ആർ സ്ട്രക്ചറലി സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ.
പെക്റ്റിൻ. അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് സ്റ്റാർച്ചിൻ്റെ സൈഡ് ചെയിൻ ആണ്. അതുപോലെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അനിമലിലും ഫംഗസിലെ ഫുഡ് സ്റ്റോറിംഗ് മെറ്റീരിയലാണ്, റിസർവ് ഫുഡ് മെറ്റീരിയലാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ് അതിൽ കാണുന്നത്, റോഡോഫൈസിയിൽ കാണുന്നത്. എന്നാൽ ഫിയോഫൈസിൽ നമുക്ക് കാണാം മാനിറ്റോളും ലാമിനാരിനുമാണ്. ഇനി നോക്കാം, സെല്ലുലോസ് ആണ് സെൽവാളിൽ ഉള്ളത്. എന്നാൽ ഫിയോഫൈസിയിൽ സെല്ലോസിൻ്റെ കൂടെ ആൽജിൻ കൂടി കാണുന്നു. റോഡോഫൈസിയിൽ സെല്ലോസ് മാത്രം, കരാഗിൻ ഉണ്ട്. ഇനി ഫ്ലജല്ലിയുടെ നമ്പറും പൊസിഷനും, അത് ഗമീറ്റിലെ ആവാം അല്ലെങ്കിൽ എസെക്ഷൽ സ്പോറുകളിലെ ആവാം. ഇവിടെയുള്ള ഗമീറ്റുകളുടെ എണ്ണം ഫ്ലജല്ലിയുടെ എണ്ണം ക്ലോറോഫൈസിയിൽ 2 മുതൽ 8 വരെ ഗമീറ്റുകളാണ് ഈക്വലാണ്. എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഒപ്പമായിരിക്കും. അതുപോലെ അപ്പിക്കലാണ്. അപ്പിക്കൽ എന്ന് പറയുന്നത് ഗമീറ്റിൻ്റെ അപ്പെക്സിലായിരിക്കും കാണാൻ കഴിയുക. എന്നാൽ ഫിയോഫൈസിയിൽ 2 ഫ്ലജല്ലുകൾ കാണാം. എന്നാൽ അത് അണീക്വലാണ്, ലാറ്ററലാണ്. അണീക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫിയോഫൈസിൽ ഫ്യൂക്കസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കിഡ്നി ഷേപ്പ് ആയിരിക്കാം. ലാറ്ററൽ സൈഡിൽ അപ്പിക്കൽ അല്ല, ലാറ്ററൽ സൈഡിൽ ഒരെണ്ണം ലാർജ് ഒരെണ്ണം സ്മോൾ. അപ്പോൾ ഇങ്ങനെയുള്ള വാരിയേഷനുകൾ നമുക്ക് കാണാം. അതുപോലെ റോഡോഫൈസിയിൽ ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം, ഹാബിറ്റാറ്റ് എവിടെയാണ് കാണുന്നത്? ഫ്രഷ് വാട്ടറിൽ കാണാം. ക്ലോറോഫൈസിയുടെ ഫ്രഷ് വാട്ടറിലാവാം, സാൾട്ട് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ. പല തരത്തിലുള്ള അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ, മറൈൻ ഇക്കോസിസ്റ്റത്തിലും ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിലും ഒരുപോലെ നമുക്ക് ആരെ കാണാൻ കഴിയും? നമുക്ക് ക്ലോറോഫൈസിയെ കാണാൻ കഴിയും. ക്ലോറോഫൈസിയെ 2 സിസ്റ്റത്തിലും അല്ലെങ്കിൽ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ കാണാം, ഫ്രഷ് വാട്ടറിലും മറൈൻ ഇക്കോസിസ്റ്റത്തിലും നമുക്ക് ആരെ കാണാം? ക്ലോറോഫൈസിയെ, ഗ്രീൻ ആൽഗിയെ കാണാം. എന്നാൽ ഫിയോഫൈസിയെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രഷ് വാട്ടറിൽ റെയറാണ്. സാൾട്ട് വാട്ടർ ആൻഡ് ബ്രാക്കിഷ് വാട്ടറിലാണ് കൂടുതൽ. അതുപോലെ റോഡോഫൈസിയെ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ച്, സം, ആൻഡ് സാൾട്ട് വാട്ടർ മോസ്റ്റ് ഓഫ്, ആൻഡ് ബ്രാക്കിഷ് വാട്ടർ. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ കൂടുതൽ കാണുന്നത് ആരായിരിക്കും? ക്ലോറോഫൈസിയെ മെമ്പറാണ്. ഇപ്പോൾ നമ്മുടെ സ്പൈറോഗൈറ, സിഗ്നീമ ഇതെല്ലാം ഫ്രഷ് വാട്ടർ മെമ്പേഴ്സാണ്. എന്നാൽ സർഗാസം, ലാമിനാരിയ പോലുള്ള മെമ്പേഴ്സ് എല്ലാം, കെൽപ്പ് പോലുള്ള മെമ്പേഴ്സ് എല്ലാം ഫിയോഫൈസിയൻ മെമ്പേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഗയുടെ കമ്പാരിസൺ ടേബിൾ. NCERT അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ വളരെ പ്രധാനമായും പറയുന്ന കാര്യമാണ് ഈ കമ്പാരിസൺ ടേബിൾ. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പിഗ്മെൻറ്റ്, സ്റ്റോർഡ് ഫുഡ്, സെൽവാളിൻ്റെ പ്രത്യേകത, ഫ്ലജല്ലിയുടെ പൊസിഷൻ ആൻഡ് ഓഫ് കോഴ്സ് അവസാനം നമ്മൾ പറയുന്നു അവയുടെ ഹാബിറ്റാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് 3 ആൽഗൽ ഗ്രൂപ്പുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആ 3 ആൽഗൽ ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഈ ടാബുലാർ കോളം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി പഠിക്കേണ്ടത് സിലബസിൽ പറയുന്നത് ബ്രയോഫൈറ്റുകളാണ്. 2 പേജാണ് പറയുന്നത് ബ്രയോഫൈറ്റിൻ്റെ, ബ്രയോഫൈറ്റിൻ്റെ 2 പേജുകളാണ് നമുക്ക് പഠിക്കാൻ. ഇവിടെ നോക്കുക, ബ്രയോഫൈറ്റ്സ് ആർ കോമൺലി കോൾഡ് ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഉഭയജീവികളാണ്. എന്താണ് ഉഭയജീവി? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ് കുറച്ചു കാലം വെള്ളത്തിലും കുറച്ചു കാലം കരയിലുമാണ് ജീവിക്കുക? അല്ല, ദേ ആർ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. കരയിലാണ് ജീവിക്കുന്നത്, പക്ഷേ ദേ റിക്വയർ വാട്ടർ ഫോർ കംപ്ലീറ്റിംഗ് ദെയർ ലൈഫ് സൈക്കിൾ. സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്? ആംഫീബിയൻസ് എന്ന് പറയുന്നത്. നമ്മളെ ഫ്രോഗും സാലമാൻഡറും എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണ് ആംഫീബിയൻ. അതേപോലെ അവരെപ്പോലെ ഇതൊരു ഈ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നമുക്കറിയാം ആൽഗെ എന്ന് പറയുന്നത് പ്യൂർലി അക്വാട്ടിക് മെമ്പേഴ്സാണ്. വളരെ അപൂർവമായി ടെറസ്ട്രിയൽ റീജിയനിലുണ്ടെങ്കിലും ദേ ആർ ലിവിങ് ഓൺലി ഓൺ ദ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ്. അതിനുശേഷം വരുന്ന ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ദേ ആർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അവർക്ക് എന്താവശ്യമാണ്? ബിക്കോസ് ദേ ക്യാൻ ലീവ് ഇൻ ദ സോയിൽ ബട്ട് നീഡ് വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷന് എന്ത് ആവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ ആവശ്യമാണ്. ഇനി നമുക്ക് നോക്കാം, ദേ ഒക്കർ ഇൻ ദ ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റി. ഇനി അവരുടെ ബോഡി നോക്കാം. ദ ബോഡി ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദ ആൽഗെ. ആൽഗിയേക്കാൾ ഡിഫറൻഷിയേറ്റഡ് ആണ്. പലരും ഇങ്ങനെയുള്ള താലസുകൾ കാണാം. അതുപോലെ അടിഭാഗത്ത് റൈസോയിഡുകൾ, ഇങ്ങനെയുള്ള റൈസോയിഡ്സ് കാണാം. ആൻഡ് ഇറ്റ് ഈസ് താലസ് ലൈക്ക്
ഓർ പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. ഇതുപോലെ പ്രോസ്ട്രേറ്റ് അല്ല, ഫുണേരിയിലെല്ലാം കാണുന്ന പോലുള്ള പ്രോസ്ട്രേറ്റ് മെമ്പേഴ്സ് കാണാം, അല്ലെങ്കിൽ ഇറക്റ്റ് മെമ്പേഴ്സ്. ഇത് ഗമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും നമുക്ക് പഠിക്കാം, അതിൻ്റെ റൈസോയിഡുകൾ. അപ്പോൾ ആൽഗയെക്കാളും കുറച്ചുകൂടി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് റൂട്ട് ലൈക്ക് സ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ റൈസോയിഡ്സ്. റൈസോയിഡുകൾ ഉപയോഗിച്ച് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു. ആൻഡ് ദേ ലാക്ക് ട്രൂ സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. ശരിയായ റൂട്ടോ, ട്രൂ റൂട്ടോ, ശരിയായ റൂട്ടുകൾ, അതായത് മോർഫോളജിക്കലി ട്രൂ ആയിട്ടുള്ള, മോർഫോളജിക്കലി കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അനാട്ടമിക്കലി കറക്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിലൂടെ കൂടിയ റൂട്ടോ സ്റ്റെമ്മോ ഒന്നും കാണാൻ കഴിയില്ല. ഇവിടെ വാസ്കുലാർ ബണ്ടിലുകൾ സൈലവും ഫ്ലോയവും, സൈലം ആൻഡ് ഫ്ലോയം ആബ്സെൻ്റ് ആണ്. സൈലവും ഫ്ലോയും ആബ്സെൻ്റ് ആണ്. ആൻഡ് ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഗമീറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗമറ്റോഫൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പറഞ്ഞിരുന്ന കാര്യമാണ്. ഗമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡിക്കാണ്. ഫൈറ്റ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാന്റ് എന്നാണ്. ഗമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡി എന്നാണ്. ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡി, ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിനാണ് ഗമറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഫുണേരിയയുടെ, ഇത് ഫുണേരിയയാണ്, നമ്മൾ മതിലെല്ലാം നമുക്ക് കാണാം. ഈ ഫുണേരിയയുടെ ഈ ഭാഗം ഗമറ്റോഫൈറ്റ് ആണ്. ഇവിടെയാണ് ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡി ഉള്ളത്. ഈ മുകൾ ഭാഗം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇതിനകത്താണ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഭാഗത്തെ നമ്മൾ എന്ത് പേര് പറയുന്നു? സ്പോറോഫൈറ്റ് എന്ന് പറയുന്നു. ഈ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? സ്പോറോഫൈറ്റ്. അപ്പോൾ ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡി, ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡിയാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന്. മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. ഒരു സെറ്റ് ക്രോമസോമാണ് കാണുക, ഒരു സിംഗിൾ സെറ്റ് ക്രോമസോമാണ്, പെയർഡ് ക്രോമസോം അല്ല. ഇനി നോക്കുക, അവരുടെ സെക്സ് ഓർഗൻസ് ഇൻ ദ ബ്രയോഫൈറ്റ്സ് ആർ മൾട്ടിസെല്ലാർ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സെക്സ് ഓർഗൻസ് ഇൻ മൾട്ടിസെല്ലാർ ആണ്. ആൻഡ് ദ മെയിൽ സെക്സ് ഓർഗൻ ഈസ് ആന്തരീഡിയം ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ബൈഫ്ലജലേറ്റഡ് ആന്ത്രോസോയിഡ്. അപ്പോൾ മെയിൽ ഗമീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മെയിൽ ഗമീറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്തരോസുവോയിഡ്. ആന്ത്രോസുവോയിഡ്. ആന്ത്രോസുവോയിഡ് എത്ര ഫ്ലജല്ലയുണ്ട്? ഇങ്ങനെയുള്ള വളഞ്ഞിരിക്കുന്ന ഈ ആന്ത്രോസുവോയിഡിന് ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. 2 ഫ്ലജൽ, ബൈഫ്ലജലേറ്റഡ് ആന്ത്രോസുവോയിഡ്. ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആർക്കിഗോണിയം ആൻഡ് ഇറ്റ് ഇസ് എ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ വിച്ച് പ്രൊഡ്യൂസ് എ സിംഗിൾ എഗ്. ഇവിടെ വരയ്ക്കാം, നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ കാണാം. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബൾബ് പോലുള്ള ഭാഗം. ഇത് നെക്കാണ്. ഇവിടെ നെക്ക് കനാൽ സെല്ലുകളും, ഈ ഭാഗത്തെ നമ്മൾ വെൻഡർ എന്ന് പറയുന്നു. അവിടെ ഒരു വെൻഡർ കനാൽ സെല്ലും ഒരു എഗ്ഗും. ഇതാണ് എഗ്, ഇത് എഗ്ഗാണ്. ഇതാണ് ആർക്കിഗോണിയം. ആർക്കിഗോണിയം ഈസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ആന്തരീഡിയം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇത് മാർക്കാൻഷ്യയുടെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണിത്. ഫീമെയിൽ താൽസാണ്. ആർക്കിഗോണിയോഫോർ കാണാം, നോക്കുക, ആർക്കിഗോണിയോഫോർ. ഇത് 4 എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റോക്ക് എന്നാണ്. ആർക്കിഗോണിയത്തെ ബിയർ ചെയ്യുന്ന സ്റ്റോക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിഗോണിയോഫോർ എന്നും. ആന്തരീഡിയത്തെ ബിയർ ചെയ്യുന്ന, കാരണം മാർക്കാൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത മെയിൽ താലസും ഫീമെയിൽ താലസും രണ്ടും 2 വ്യത്യസ്ത താലസുകളാണ്. സെക്ഷുവലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. മൊണേഷ്യസ് പ്ലാന്റ് അല്ല. പിന്നെന്താണ്? ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാർക്കാൻഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആന്ത്രോസുവോയിഡ്സ് ആർ റിലീസ്ഡ് ടു വാട്ടർ ആൻഡ് മീറ്റ് ദ ആർക്കിഗോണിയം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആന്ത്രോസുവോയിഡിനെ വെള്ളത്തിൽ സ്വിം ചെയ്ത് മൂവ് ചെയ്യാനേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ബ്രയോഫൈറ്റ് നമ്മൾ വിളിക്കുന്നത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അവയ്ക്ക് എന്ത് ആവശ്യമാണ്? ശരിക്കും വെള്ളം വേണം. വെള്ളത്തിലൂടെ മാത്രമേ, വാട്ടറിലൂടെ മാത്രമാണ് അവരുടെ ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി നോക്കുക, ആന്ത്രോസുവോയിഡ് ഫ്യൂസസ് ടു ദ എഗ് വിത്ത് ദ എഗ് ആൻഡ് പ്രൊഡ്യൂസ് സൈഗോട്ട്. സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർക്കിഗോണിയത്തിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് സൈഗോട്ട് ഇമീഡിയറ്റായി മിയോസിസിന് വിധേയമാവില്ല.
സൈഗോട്ട് ഇമീഡിയറ്റായി മിയോസിസിന് വിധേയമാവാതെ, മിയോസിസ് നമുക്കറിയാം റിഡക്ഷൻ ഡിവിഷനാണ്. അവിടെ ഇമീഡിയറ്റായി മിയോസിസ് നടക്കുന്നില്ല. അപ്പോൾ നോക്കുക, 2 സെല്ലുകൾ ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഈ സൈഗോട്ടിന് എന്ത് നടക്കുന്നു? മൈറ്റോസിസ് നടക്കുന്നു. എന്നിട്ട് ഒരു മൾട്ടി സെല്ലാർ സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു മൾട്ടി സെല്ലാർ സ്ട്രക്ചറാണ്. ഇതിനാണ് നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്താണ്? സ്പോറോഫൈറ്റ് ഈസ് എ സ്പോർ ബിയറിംഗ് പ്ലാന്റ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് ഡിപ്ലോയിഡ്. ഇത് ഡിപ്ലോയിഡ് ആണ്. കാരണം സൈഗോട്ടിന് മൈറ്റോസിസ് സംഭവിച്ചാണ്, മിയോസിസ് അല്ല. മിയോസിസ് നടക്കാതെ മൈറ്റോസിസ് നടന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോറോഫൈറ്റിനകത്തുള്ള സെല്ലുകൾക്ക്, സ്പോറോജിനസ് സെല്ലുകൾക്കാണ് മിയോസിസ് നടന്ന് അതിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്പോറോഫൈറ്റ് ഓഫ് ഗമറ്റോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ് ബട്ട് അറ്റാച്ച്ഡ് ടു ദ ഫോട്ടോസിന്തറ്റിക് ഗമറ്റോഫൈറ്റ് ആൻഡ് ഡിറൈവ് ന്യൂട്രീഷൻ. അപ്പോൾ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല. സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ് ഇൻ ദ ബ്രയോഫൈറ്റ ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു ദ ഗമറ്റോഫൈറ്റ് ആൻഡ് ഡിറൈവ് ന്യൂട്രീഷൻ. ന്യൂട്രിയൻസ് എല്ലാം അബ്സോർവ് ചെയ്യുന്നത്, ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്തെടുക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ബ്രയോഫൈറ്റയുടെ ഗമറ്റോഫൈറ്റിൽ നിന്നാണ്. ഇൻ സം സെൽസ് ഓഫ് ദ സ്പോറോഫൈറ്റ് അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സെൽ. ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഫെർട്ടിലൈസ് ചെയ്തു, ആന്ത്രേഡി അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ താലസുകൾ എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്ത് വരാം. ഇനി എന്താണ് ബ്രയോഫൈറ്റിൻ്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നോക്കാം. സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ ചില മാമൽസിനും അതുപോലെ ബേർഡ്സിനും ചില ഇൻസെക്റ്റുകളും ഫീഡ് ചെയ്യാറുണ്ട്. മോസസ് ഫുഡാണ്. ആൻഡ് സ്വാഗ്നത്തെ നമ്മൾ പറയുന്ന പേര് പീറ്റുമോസ് എന്നാണ് പറയുക. പീറ്റുമോസ് കോമൺ നെയിമാണ് പീറ്റുമോസ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് പീറ്റ്, കൽക്കരി പോലെ കത്തിക്കാൻ ഉപയോഗിക്കാം. ആൻഡ് അതുകൊണ്ട് ഇവ ഫ്യൂവലായി ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് ഹാസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ സ്വാഗ്നത്തിൻ്റെ പ്രത്യേകത ഇതാണ്. സ്വാഗ്നത്തിൻ്റെ പിക്ചർ, ഇത് സ്വാഗ്നമാണ്. സ്വാഗ്നത്തിൻ്റെ പീറ്റാണിത്, കത്തിക്കുന്നതിന് ഉപയോഗിക്കാം. അതുമാത്രമല്ല സ്വാഗ്നത്തെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ലിവിങ് മെറ്റീരിയൽ, ജീവനുള്ള പ്ലാന്റ് മെറ്റീരിയലോ അനിമൽ മെറ്റീരിയൽസോ എല്ലാം ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുന്നതിന് വളരെയധികം ദൂരത്തേക്ക് കപ്പലിലൂടെ അല്ലെങ്കിൽ കാർഗോയിലൂടെ അയക്കുന്നതിന് പാക്കിംഗ് മെറ്റീരിയലായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറുകളിലൊന്നാണ് സ്വാഗ്നത്തിൻ്റെ ക്യാരക്ടർ. ഇനി അടുത്ത് നോക്കാം. അടുത്തത്, ദേ ആർ ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹാവ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്ലാന്റ് സക്സഷൻ. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇക്കോസിസ്റ്റം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിലൊന്നാണ് ഇക്കോളജിക്കൽ സക്സഷൻ. ഒരു ഭാഗത്ത്, അതായത് ഒരു റോക്കി ഏരിയയിൽ ആദ്യം ലൈക്കണുകൾ പറ്റിപ്പിടിക്കുകയും തുടർന്ന് അവിടെ സോയിൽ ഫോം ചെയ്യുകയും ആ സോയിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈക്കൺ പറ്റിപ്പിടിച്ച് സോയിൽ ഫോർമേഷൻ നടന്നാൽ പിന്നീട് വരുന്നത് ബ്രയോഫൈറ്റുകളാണ്. ഈ ബ്രയോഫൈറ്റുകൾ സോയിൽ ഫോർമേഷനിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതായത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ് അഥവാ ബ്രയോഫൈറ്റ്സ്. ആൻഡ് മോസസ് along with the lichen decompose the rock, making the substrate suitable for the growth of the higher plants. Since the mosses from the dense mat on the soil and prevent സോയിൽ ഇറോഷൻ. എന്ത് കുറയ്ക്കുന്നു? സോയിൽ ഇറോഷൻ കുറയ്ക്കുന്നു. വളരെ കട്ടി കൂടിയ ഭാഗമായി മണ്ണിൽ നമുക്ക് ആരെ കാണാം? ബ്രയോഫൈറ്റുകളെ കാണാം. അതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ കുറയ്ക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് ആര് വഹിക്കുന്നത്? ബ്രയോഫൈറ്റുകൾ വഹിക്കുന്നത്. ബ്രയോഫൈറ്റിന് 2 ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ആ ഗ്രൂപ്പുകളെ കുറിച്ച് NCERT-യിൽ പറഞ്ഞില്ല. ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടേഴ്സാണ് 2 പേജുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ലിവർ ബേർഡ്സും മോസസും എന്താണെന്ന് ഒന്ന് കാണാം. 2 ഗ്രൂപ്പുകളാണ് ബ്രയോഫൈറ്റ്സിൽ പൊതുവേ ഉള്ളത്. ഒന്ന് ലിവർ ബേർഡ്സ്, മറ്റൊന്നാണ് മോസസ്. ലിവർ ബേർഡ്സിൻ്റെ പ്രത്യേകത, ദേ ആർ യൂഷ്വലി ഗ്രോയിങ് ഇൻ ദ മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസ്, ഇൻ ദ ബാങ്ക്സ് ഓഫ് ദ സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാം സോയിൽ, ബാർക്ക് ഓഫ് ദ ട്രീ. ഇത് അവരുടെ ഹാബിറ്റാറ്റാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് താലോയിഡാണ്. റിക്സിയ അതുപോലെ മാർക്കാൻഷ്യ എന്നിവ താലോയിഡാണ്. താലസ് ഇങ്ങനെ പരന്നിരിക്കുന്നതാണ്.
ആൻഡ് താലസ് ഈസ് ഡോർസി വെൻട്രൽ, ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഉണ്ട്. ആൻഡ് ദ ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ്. നോക്കുക, മണ്ണിൽ പറ്റിയാണ് ഇരിക്കുന്നത്. ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ കാണാൻ കഴിയില്ല. ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ജമ്മെ ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ, ആൻഡ് ജമ്മെ ഈസ് പ്രസൻറ്റ് ഇൻ ദ മാർക്കാൻഷ്യയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജമ്മെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജമ്മെ and gemme are green multicellular asexual buds that develop in the small receptacle, and these are the gemme cup. And gemme cups are present in, എവിടെയാണ് ജമ്മെ കപ്പുകൾ കാണുന്നത്? മാർക്കാൻഷ്യയിലാണ് ജമ്മെ കപ്പുകൾ, മറക്കാതിരിക്കുക, ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദേ ആർ ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ഓർ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം. ഈ ജമ്മകൾ നോക്കുക, ഇവിടെ ചെറിയ ചെറിയ ജമ്മകൾ നമുക്ക് കാണാം. ദേ ആർ ഡിറ്റാച്ചസ് ഫ്രം ദ പാരന്റ് ബോഡി ആൻഡ് ജെർമിനേറ്റ് ടു ഫോം ന്യൂ ഇൻഡിവിജ്വൽ. പുതിയ ഇൻഡിവിജ്വലായി മാറുന്നത് ഡിറ്റാച്ച് ചെയ്ത് പുതിയ ഇൻഡിവിജ്വലായി മാറുന്നു. ഓരോ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഫേവറബിൾ എൻവയോൺമെൻറ്റിൽ ഓരോ പ്ലാന്റും പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ് ഇൻ ദ സെയിം ഓർ ഡിഫറെൻറ്റ് താലൈ. അത് റിക്സിയ സെയിം താലസിലും മാർക്കാൻഷ്യ ഡിഫറെൻറ്റ് താലസിലുമാണ് നമുക്കറിയാം. മാർക്കാൻഷ്യ ഡിഫറെൻറ്റ് താലസ്. ആൻഡ് ദ സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോറോഫൈറ്റിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാം: ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഈ സ്പോറോഫൈറ്റിനകത്ത് മിയോസിസ് നടന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ക്യാപ്സ്യൂളിനകത്താണ്. നമ്മൾ ഇതിൻ്റെ ക്യാപ്സ്യൂൾ വരച്ചു കഴിഞ്ഞാൽ, ഇത് റിക്സി ലിവർ ബേർഡ്സ് അല്ല, മോസസിലാണ്. മോസസിൻ്റെ ക്യാപ്സ്യൂളിനകത്താണ് മിയോസിസ് നടന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവയുടെ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മോസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പ്രത്യേകതയാണ്, നമ്മൾ ലിവർ ബേർഡ്സ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. പ്രിഡോമിനൻ്റ് സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ മോസസ് ആർ ഗമറ്റോഫൈറ്റ്. നമുക്കറിയാം, ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡിയാണ്. ഗമീറ്റ് ബിയറിംഗ് പ്ലാന്റ് ബോഡി. അതിന് 2 സ്റ്റേജുകളുണ്ട്. ഒന്ന് പ്രോട്ടോനിമ സ്റ്റേജും മറ്റൊന്ന് ലീഫി സ്റ്റേജും. പ്രോട്ടോനിമ സ്റ്റേജ് ആൻഡ് ലീഫി. എന്താണ് പ്രോട്ടോനിമ സ്റ്റേജ്? ഇതേപോലുള്ള വളരെ സ്ലെഞ്ചർ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ നമുക്ക് കാണാം. ഇവിടെ വളരെ സ്ലെഞ്ചർ, ക്രീപ്പിംഗ് ആയിട്ടുള്ള സ്ലെൻഡർ സ്ട്രക്ചറുകൾ. ആ സ്ലെൻഡർ സ്ട്രക്ചറുകൾക്ക് അതിൻ്റെ ബഡിൽ നിന്ന് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതുപോലുള്ള ലീഫി സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കുക, പ്രോട്ടോനീമ എന്ന് പറഞ്ഞാൽ ത്രെഡാണ്. പ്രോട്ടോനീമ പ്രിമിറ്റീവ് ത്രെഡ് ലൈക്ക് സ്റ്റേജ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്റ്റേജ് ആണ്. ആൻഡ് ഇറ്റ് ഡെവലപ്പ് ഡയറക്ട്ലി ഫ്രം ദ സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ, നമുക്കറിയാം സ്പോർ ഹാപ്ലോയിഡ് ആണ്. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ അതിൽ നിന്ന് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രോട്ടോനിമ സ്റ്റേജ്. ഇറ്റ് ഈസ് ക്രീപ്പിംഗ്, ഗ്രീൻ, ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻറ്റസ്. ഇങ്ങനെ ഫിലമെൻറ്റസ് ആയിരിക്കാം. ഫിലമെൻറ്റസ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ആൻഡ് ദ ലീഫി സ്റ്റേജ്, ഇതിൽ നിന്നാണ് ലീഫി സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോനിമ സ്റ്റേജ്, സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോട്ടോനിമ സ്റ്റേജ് ആണ്. പ്രോട്ടോനിമ സ്റ്റേജ്, ആ പ്രോട്ടോനിമ സ്റ്റേജിൽ നിന്നാണ് പിന്നീട് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്ത് വരിക. ആൻഡ് മോസസിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ ആവാം, ബഡ്ഡിങ് ആവാം. ബഡ്ഡിങ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോനിമ, അതായത് ഈ പ്രോട്ടോനിമയിൽ നിന്ന് ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ, പീസുകൾ മുറിഞ്ഞ് ആ പീസുകളിൽ നിന്ന് പുതിയ താലസുകൾ എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം, മോസസിൽ ലീഫ് ലൈക്ക് സ്റ്റേജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ലിവർ ബേർഡ്സിൽ ക്ലോസ്ലി അപ്രസ്ഡ് ടു സബ്സ്ട്രേറ്റുമായി അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് എന്ത് കാണാൻ കഴിയും? ലീഫ് ലൈക്ക് സ്റ്റേജ്. ഇങ്ങനെയുള്ള ലീഫ് ലൈക്ക് സ്റ്റേജ്, ഗമറ്റോഫൈറ്റിൻ്റെ ലീഫ് ലൈക്ക് സ്റ്റേജ് കാണാം. ഈ ലീഫ് ലൈക്ക് സ്റ്റേജിൻ്റെ അറ്റത്താണ് അവയുടെ ആർക്കിഗോണിയവും ആന്തരീഡിയം ഉള്ളത്. നോക്കുക, ആന്തരീഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ലീഫി ഷൂട്ട്. ഈ അപ്പെക്സിൽ, അപ്പോൾ ഇവിടെ വെള്ളത്തിലൂടെ ഗമീറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെയാണ് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൈഗോട്ടിന് മിയോസ് ആണോ നടക്കുക? അല്ല, അവിടെ മൈറ്റോസിസ് നടന്ന് അതിൽ നിന്ന് ഒരു സ്പോറോഫൈറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും.
ഈ സ്പോറോഫൈറ്റിനാണ് 3 ഭാഗം നമ്മൾ പറഞ്ഞു: ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഫൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഗമറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ സീറ്റ എന്ന് പറയുന്ന ഭാഗം, ദെൻ ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ദാറ്റ് കണ്ടെയ്ൻ സ്പോർസ് ആൻഡ് ദ സ്പോർസ് ആർ ഫോംഡ് ആഫ്റ്റർ മിയോസിസ്. ക്യാപ്സ്യൂളിനകത്തുള്ള സ്പോറോജിനസ് സെല്ലുകൾ, ക്യാപ്സ്യൂളിനകത്തുള്ള സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ മിയോസിസ് നടക്കുകയും അതിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്? ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്, സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ആൻഡ് ദ മോസസ് ഹാവ് ഇലാബറേറ്റ് മെക്കാനിസം ഫോർ, അവിടെ ഇലേറ്റേഴ്സ് പോലുള്ള, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല എന്നാലും ഓർത്ത് വയ്ക്കുക, ഇലേറ്റേഴ്സ് പോലുള്ള ഇലാബറേറ്റ് മെക്കാനിസം, സ്പോർ ഡിസ്പേഴ്സിനുള്ള ഇലാബറേറ്റ് മെക്കാനിസംസ് നമുക്ക് കാണാം. നമുക്ക് എക്സാമ്പിൾസ് ഓഫ് മോസസ്: ഫുണേരിയ മോസസിന് എക്സാമ്പിളാണ്, സ്വാഗനം, പീറ്റുമോസ് എന്ന് പറയുന്ന സ്വാഗനം, ആൻഡ് പോളിട്രിക്കം. ഇതാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പീറ്റുമോസായി ഉപയോഗിക്കുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റിന് സമയത്ത് അവരുടെ ഷിപ്മെൻറ്റിൻ്റെ പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, വാട്ടർ ഹോൾഡിംഗ് പ്ലാന്റ് ആയതുകൊണ്ട്, മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇനി മുൻ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ +1 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ പോയിന്റിൽ +1 പരീക്ഷയ്ക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗങ്ങൾ ആൽഗയുടെ ജനറൽ ക്യാരക്ടർ, അതുപോലെ തന്നെ ആ ടാബുലർ കോളം, അത് കഴിഞ്ഞ് ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടർ. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഗീവ് റീസൺ ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. നമുക്കറിയാം ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ദേ ആർ ലാൻഡ് പ്ലാന്റ്സ് ബട്ട് ദേ ആർ ലാൻഡ് പ്ലാന്റ്സ്, പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ. ലാൻഡ് പ്ലാന്റ്സ് ആണ്, ബട്ട് ദേ റിക്വയർ വാട്ടർ ഫോർ കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വാട്ടർ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബ്രയോഫൈറ്റിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഈവൻ ദോ ആൽഗെ ആർ ദ പ്രൈമറി പ്രൊഡ്യൂസർ ഓഫ് ദ അക്വാട്ടിക് ഇക്കോസിസ്റ്റം, ദ മാൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ആൽഗെ ഇൻ വെറൈറ്റി ഓഫ് വേ. റൈറ്റ് എനി 4 മെയിൻ പോയിന്റ്സ് ടു ഫേവർ ദ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ആൽഗെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറാണ്. 50% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നത് ആൽഗയാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു എർത്തിൽ. ഇത് കൂടാതെ മറ്റൊന്നാണ് ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ്, അല്ലേ? ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള കരാഗീൻ ആൻഡ് ആൽജിൻ. ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ്, ബ്രൗൺ ആൽഗിൻ, റെഡ് ആൽഗിൻ, കമേഴ്സ്യൽ, നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ബേസ്മെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ ജെല്ലി പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ എബൌട്ട് പോർഫൈറ, സർഗാസം പോലുള്ളവ എഡിബിൾ ആണ്. എഡിബിൾ മറൈൻ, ഏകദേശം 70 സ്പീഷീസോളം എഡിബിൾ ആൽഗയാണ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് നോക്കുക. മൂന്നാമത്തെ അടുത്ത പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? അഗാർ ഗ്ലാസിലേറിയ ജഡീരത്തിൽ നിന്ന് വരുന്ന മൈക്രോബിയൽ ടിഷ്യൂ കൾച്ചർ പ്ലേറ്റ് പ്രിപ്പറേഷനിൽ, അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെയും ജെല്ലിയുടെയും പ്രിപ്പറേഷനിൽ, കോസ്മെറ്റിക്സിൻ്റെ ബേസ്മെൻറ്റിൽ എല്ലാം അഗാർ ഉപയോഗിക്കുന്നു. അതും ആൽഗയുടെ പ്രോഡക്റ്റാണ്. സൂപ്പ് ഉണ്ടാക്കുന്നതിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് സൂപ്പും ജെല്ലി ഉണ്ടാക്കുന്നതിന് വേണ്ടി തിളപ്പിക്കുന്ന ആ സാധനം അഗാറാണ്. അത് അഗാറിൻ്റെ വേസ്റ്റാണ്. ഇതേ അഗാറിൻ്റെ പൗഡറാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ലാബിൽ, ബയോടെക്നോളജി ലാബിൽ കൾച്ചർ മീഡിയ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നോക്കുക, അഗാർ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ മറ്റൊന്നാണ് SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ, ക്ലോറല്ല, സ്പൈറുലിന പോലുള്ള. അപ്പോൾ ഈ 4 പോയിന്റുകൾ നമ്മൾ കൂടെ എഴുതണം. അതാണ് ചോദിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ കരാഗീൻ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റുകളുടെ പ്രൊഡ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽജിനും കരാഗീനും ബ്രൗൺ ആൽഗയുടെ, റെഡ് ആൽഗയുടെ പ്രൊഡക്റ്റുകളാണ്. എഡിബിൾ ആൽഗകൾ കൾച്ചർ പ്ലേറ്റിലും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെയും ജെല്ലിയുടെയും സൂപ്പും എല്ലാം മേക്ക് ചെയ്തതിന് ഉപയോഗിക്കുന്ന അഗാർ. സിംഗിൾ സെൽ പ്രോട്ടീൻ, സ്പേസ് ട്രാവലേഴ്സും അതുപോലെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോറല്ല, സ്പൈറുലിന പോലുള്ള ആൽഗകൾ. ഇനി നെയിം ദ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ. ഫിയോഫൈസിയയിൽ മാനിറ്റോൾ, ലാമിനാരിൻ പോലുള്ളവയാണ്. ലാമിനാരിയ ഓർമ്മയുണ്ടാവും, ലാമിനാരിൻ.
റോഡോഫൈസിയിൽ റെഡ് ആൽഗിയിൽ വരുന്നത് ഏതാണ്? ആ ടാബുലർ കോളത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. റെഡ് ആൽഗിയിൽ വരുന്നത് ഏതാണ്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക? ഓർക്കുക. ഈ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3 മെയിൻ ഡിസ്റ്റിങ്വിഷബിൾ ക്യാരക്ടേഴ്സ് ഓഫ് ബ്രയോഫൈറ്റ്. ഒന്ന്, ബ്രയോഫൈറ്റിൻ്റെ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറുകൾ എന്തൊക്കെ നമുക്ക് പറയാം? ഒന്ന്, താലോയിഡ് പ്ലാൻ ബോഡിയാണ്. താലോയിഡ് പ്ലാൻ ബോഡി. ട്രൂ സ്റ്റെം, ലീഫ്, റൂട്ട് ആർ ആബ്സെൻറ്റ്. ഇവ ഇല്ല. പിന്നെ മറ്റൊന്നാണ്, ദേ ആർ ക്ലോസ്ലി അപ്രസ്ഡ് ടു സബ്സ്ട്രേറ്റം ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ പ്രസൻറ്റ്. റൂട്ട് ലൈക്ക് rhizoids are present. Gametophytes are the main plant body. ഇങ്ങനെയുള്ള മെയിൻ പ്ലാന്റ് ബോഡി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതുക. ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ്, വാസ്കുലാർ സിസ്റ്റംസ് ആർ ടോട്ടലി ആബ്സെൻറ്റ് ഇൻ ബ്രയോഫൈറ്റ്സ്. ദേ റിക്വയർ വാട്ടർ ഫോർ കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പ്ലാൻ കിങ്ഡം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കും. ഈ ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അതുമായി തുടർച്ചയായി ചെയ്ത ചോദ്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് ഫോക്കസ് ഏരിയയിലെ ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായും ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഫുൾ മാർക്ക് കിട്ടാവുന്ന രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടർന്ന് കൊണ്ടുപോവുക. അടുത്ത സെഷനിൽ നമ്മൾക്ക് മോർഫോളജിയുമായി ബന്ധപ്പെട്ട മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.